കൊഞ്ചുമാങ്ങ. അതെ, ഉണക്ക കൊഞ്ചും പച്ചമാങ്ങയും വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റം. ആദ്യം നമ്മൾ പച്ചമാങ്ങ അരിഞ്ഞ് വെള്ളത്തിലിടണം. പുളി കൂടുതലാണെങ്കിൽ കുറച്ചു നേരം കൂടുതലിടണം. അതിനുശേഷം കൊഞ്ചൊന്ന് വറക്കണം. കൊഞ്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഉണക്കിയതാണ് വേണ്ടത്. അത് നല്ലപോലെ ഒന്ന് മൂക്കണം. മൂത്ത് വരുമ്പം അതെടുത്ത് വേറൊരു പാത്രത്തിലിട്ട് ഒന്നിങ്ങനെ പൊടിച്ചു കൊടുക്കണം. ഒരു പേപ്പറിലിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ടോ ചെറുതായിട്ട് ഇടിക്കുമ്പോൾ തന്നെ നല്ല മൂത്തതായതുകൊണ്ട് പൊടിഞ്ഞു വരും. ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മോളീന്ന് കോരിയെടുക്കണം. അതായത് പൊടിയോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ആ മോളീന്നുള്ളത് മാത്രം എടുക്കണം. ബാക്കി വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ താഴോട്ട് പോകും, മണ്ണൊക്കെ ഉണ്ടെങ്കിൽ. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ, ചെറിയുള്ളി, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരൽപ്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്തു. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചു. അരയ്ക്കുക എന്ന് പറയുമ്പം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ഒറ്റ വട്ടം ഒന്ന് കറക്കിയെടുത്താൽ മതി. അതൊരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നേരത്തെ എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിരുന്ന ആ മാങ്ങയും പിന്നെ ആ മാറ്റി വെച്ച കൊഞ്ചും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം ഈ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാമറയിൽ കിട്ടാൻ വേണ്ടി വീഡിയോ ഒക്കെ ആകുമ്പോൾ ഇച്ചിരി ഗുമ്മായിക്കോട്ടെ എന്ന് കരുതി ഞാൻ സ്പൂണൊക്കെ വെച്ച് കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിച്ചിട്ട് ഒരു പുകയുടെ ടേസ്റ്റ് ഒക്കെ വരും. പിന്നെ കുറച്ച് വെള്ളം അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പം അവനവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി മാങ്ങയൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മാങ്ങ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ വല്ലതും വെച്ച് ഒന്ന് ഉടച്ചു നോക്കിയാൽ മതി. ഉടഞ്ഞു വരുന്നത് അറിയാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്